ഈക്വൽ വെക്റ്റേഴ്സ് രണ്ട് വെക്റ്റേഴ്സ് ഈക്വൽ ആകുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ഇവിടെ ആദ്യം ഞാനൊരു വെക്റ്റർ വരയ്ക്കുന്നു. അതിന് എ എന്ന് പേര് കൊടുക്കുന്നു. ഇതിൻ്റെ ലെങ്ത് തൽക്കാലം 3 സെന്റിമീറ്റർ എന്ന് വിചാരിക്കുക. ഇത് വെക്റ്റർ എ ആണ്. ഇത് 3 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ട്. ഇതിൻ്റെ അടുത്ത് വീണ്ടും ഒരു വെക്റ്റർ ഞാൻ വരച്ചു വയ്ക്കുന്നു. അതിന് ബി എന്ന് പേര് കൊടുക്കുന്നു. ആ വെക്റ്ററിന്റെ ലെങ്തും 3 സെന്റിമീറ്റർ തന്നെയായിട്ട് എടുക്കുന്നു. ഇങ്ങനെ രണ്ട് വെക്റ്റേഴ്സ് വരയ്ക്കുമ്പോൾ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ലെങ്ത് ആണ്. അത് രണ്ടും 3 സെന്റിമീറ്റർ ആണ്. രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അതേപോലെ രണ്ട് വെക്റ്ററിൻ്റെയും ഡയറക്ഷനും സെയിം ആണ്. സെയിം ഡയറക്ഷനാണ് രണ്ട് വെക്റ്റേഴ്സും കിടക്കുന്നത്. അങ്ങനെ രണ്ട് വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, അതേപോലെ ഡയറക്ഷനും സെയിം ആയിരിക്കണം. അങ്ങനെയുള്ള വെക്റ്റേഴ്സിനെയാണ് ഈക്വൽ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം വെക്റ്റർ എ ഈക്വൽ ടു വെക്റ്റർ ബി എന്നെഴുതാം. എന്താണ് അങ്ങനെ എഴുതാൻ കാരണം? രണ്ട് വെക്റ്റേഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡും സെയിം ആണ്, ഡയറക്ഷനും സെയിം ആണ്. അതാണ് ഈക്വൽ വെക്റ്റേഴ്സ്. ഓക്കെ. അടുത്തത് ഒന്ന് നോക്കുക. ഞാൻ ആദ്യം ഒരു വെക്റ്റർ വരയ്ക്കുന്നു. അതിന് എ എന്ന് പേര് കൊടുക്കുന്നു. ഇതിൻ്റെ ലെങ്ത് 2 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഈ വെക്റ്ററിൻ്റെ ലെങ്ത് 2 സെന്റിമീറ്റർ. ഇത് വെക്റ്റർ എ ആണ്. ഞാനിനി ഇതിനടുത്ത് വേറെ ഒരു വെക്റ്റർ വരയ്ക്കുകയാണ്. ആ വെക്റ്ററിന് ഞാൻ പേര് കൊടുക്കുന്നത് 2a എന്നൊരു വെക്റ്ററാണ്. 2a ഇങ്ങനെ ഒരു വെക്റ്ററാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. എയുടെ ലെങ്ത് എത്രയായിരുന്നു? 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 2a എന്നൊരു വെക്റ്റർ വരയ്ക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് 4 സെന്റിമീറ്റർ ആയിരിക്കണം. അതായത് ഇതിൻ്റെ ഡബിൾ 2 × 2 4 സെന്റിമീറ്റർ ആയിരിക്കണം അതിൻ്റെ ലെങ്ത്. ഇപ്പോൾ 2a എന്നൊരു വെക്റ്റർ വരയ്ക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് ഏകദേശം ഇതിൻ്റെ ഡബിൾ ആയിരിക്കും. ഇതാണ് 2a എന്നുള്ള വെക്റ്റർ. ഇതിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 2a എന്നൊരു വെക്റ്റർ വരച്ചപ്പോൾ ലെങ്ത് മാത്രം ഡബിൾ ചെയ്തു, ഡയറക്ഷൻ രണ്ടിൻ്റെതും സെയിം തന്നെയാണ്. 2a എന്നൊരു വെക്റ്റർ വരച്ചു. ഇനി ഒരെണ്ണം കൂടെ, ഈ 2aക്ക് പകരം ഞാൻ ഒന്നും കൂടെ -2a എന്നൊരു വെക്റ്റർ വരയ്ക്കാം. -2a എന്നൊരു വെക്റ്റർ വരയ്ക്കും. -2a എന്ന വെക്റ്റർ വരയ്ക്കുമ്പോൾ അതെങ്ങനെയാണ്? 2aയുടെ അതേ ലെങ്താണ് -2aക്ക് ഉള്ളത്. സെയിം ലെങ്താണ്. അതായത് ലെങ്ത് 4 സെന്റിമീറ്റർ തന്നെയായിരിക്കും. ലെങ്ത് എത്രയാണ്? 4 സെന്റിമീറ്റർ. പക്ഷേ മൈനസ് എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ കാണിക്കുന്ന ഡയറക്ഷനാണ് തിരിയുന്നത്. അപ്പം നേരത്തെ വരച്ചതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ. അപ്പം ഇതാണ് -2a എന്നുള്ള വെക്റ്റർ. 2a വെക്റ്ററിൻ്റെ അതേ ലെങ്ത് ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ 2aയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരിക. ഇപ്പോൾ നമ്മൾ 3 വെക്റ്റേഴ്സ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഒന്ന് a എന്നുള്ള വെക്റ്റർ 2 സെന്റിമീറ്റർ, അടുത്തത് 2a എന്നുള്ള വെക്റ്റർ, പിന്നെ -2a എന്നുള്ള വെക്റ്റേഴ്സ്. ഇപ്പോൾ വെക്റ്റേഴ്സ് എങ്ങനെ വരയ്ക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ. അടുത്ത വെക്റ്ററിന്റെ പേര്
സീറോ വെക്റ്റർ. വെക്റ്ററിന്റെ പേരെന്താണ്? സീറോ വെക്റ്റർ. സീറോ വെക്റ്റർ എന്നുള്ള വെക്റ്ററിനെ വേറെ ഒരു പേരും കൂടെ വിളിക്കാറുണ്ട്. വേറെ ഒരു പേര് നൾ വെക്റ്റർ എന്നാണ്. സീറോ വെക്റ്റർ ഓർ നൾ വെക്റ്റർ. അപ്പോൾ ഒരു വെക്റ്ററിൻ്റെ പേര് സീറോ വെക്റ്റർ എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് സീറോ ആണെന്നുള്ളതാണ്. വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് സീറോ എന്ന് പറഞ്ഞാൽ ലെങ്ത് സീറോയാണ്. അപ്പോൾ അങ്ങനെ ഒരു വെക്റ്റർ നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, ലെങ്ത് എത്രയാണ്, സീറോയാണ്. അങ്ങനെ ഒരു ഇമാജിനേഷനുള്ള ഒരു വെക്റ്ററാണ്. അങ്ങനെ ഉള്ള വെക്റ്റേഴ്സിനെ ആണ്, മാഗ്നിറ്റ്യൂഡ് സീറോ ആയിട്ടുള്ള വെക്റ്റേഴ്സിനെയാണ് സീറോ വെക്റ്റർ എന്ന് പറയുന്നത്. ഇനി അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയോ. അത് ഇംഗ്ലീഷ് ലെറ്റർ ഒ എന്ന് എഴുതുക. ഇംഗ്ലീഷ് ലെറ്റർ ഒ എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെക്റ്റർ സിമ്പൽ കൊടുത്താൽ മതി. ഇതിനെ നമ്മൾ സീറോ വെക്റ്റർ എന്ന് പറയും. ഇംഗ്ലീഷ് ലെറ്റർ ഒ ആണ് ഇവിടെ എഴുതുന്നത്. അതിൻ്റെ മുകളിൽ ഒരു വെക്റ്റർ സിമ്പൽ കൊടുത്താൽ ഇതിനെ നമ്മൾ സീറോ വെക്റ്റർ എന്ന് പറയും. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ രണ്ട് സൈഡിൽ ഓരോ വര ഇങ്ങനെ വരയ്ക്കും. ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്ക് ഇതിനെ വായിക്കുന്നത് എങ്ങനെയാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് സീറോ വെക്റ്റർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് സീറോ വെക്റ്റർ ഈക്വൽ ടു, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? സീറോയാണ്. കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് പറഞ്ഞു. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? സീറോയാണ്. ഇങ്ങനെയാണ് സീറോ വെക്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തതായിട്ട് യൂണിറ്റ് വെക്റ്റേഴ്സ്. യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വെക്റ്റേഴ്സ് ഉണ്ട്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 എന്നുള്ളതാണ് മീനിങ്, 1. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ലെങ്ത് 1 ആയിരിക്കും. ഒന്നിൽ 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ, അങ്ങനെ 1 വരുന്ന മാഗ്നിറ്റ്യൂഡുള്ള വെക്റ്റേഴ്സിനെയാണ് നമ്മൾ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്, യൂണിറ്റ് വെക്റ്റേഴ്സ് ഉപയോഗിക്കുന്നത് 3 യൂണിറ്റ് വെക്റ്റേഴ്സ് ഉണ്ട്. അത് ഐ, ജെ, കെ, ഇങ്ങനെ 3 യൂണിറ്റ് വെക്റ്റേഴ്സ് ആണുള്ളത്. റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കുക. ഒരെണ്ണം ഐ എന്ന്, സ്മോൾ ലെറ്റർ ഐ എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ക്യാപ് സിമ്പൽ കൊടുത്താൽ മതി. ഇത് ഐ, ഒരു യൂണിറ്റ് വെക്റ്ററാണ്. അതേപോലെ രണ്ടാമത്തത് ജെ എന്ന് എഴുതുക. അതിൻ്റെ മുകളിൽ ക്യാപ് സിമ്പൽ കൊടുക്കുക. അതും ഒരു യൂണിറ്റ് വെക്റ്ററാണ്. അടുത്തത് കെ എന്ന് എഴുതുക. ഇതിനും ഒരു ക്യാപ് സിമ്പൽ കൊടുക്കുക. ഇതും ഒരു യൂണിറ്റ് വെക്റ്ററാണ്. ഐ, ജെ, കെ 3 യൂണിറ്റ് വെക്റ്റേഴ്സ് ആണ്. അതായത് 3ൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഈ യൂണിറ്റ് വെക്റ്റേഴ്സ് ഉപയോഗിക്കുന്നത് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ്. അതായത് നമുക്ക് 3 ഡയറക്ഷൻസ് ഉണ്ട്, എക്സ്, വൈ, ഇസഡ്, അങ്ങനെ 3 ഡയറക്ഷൻസ് ഉണ്ട്. അതിൽ എക്സ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്ററാണ് ഐ, വൈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്ററാണ് ജെ, അതേപോലെ ഇസഡ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്ററാണ് കെ. അപ്പോൾ ഐ, ജെ, കെ എന്നുള്ളതാണ് യൂണിറ്റ് വെക്റ്റേഴ്സ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ്. ഓരോന്നിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ അത് മാഗ്നിറ്റ്യൂഡ് നമ്മളത് എഴുതിയാൽ എന്തിരിക്കും? ഐ ക്യാപിറ്റൽ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതിയാൽ ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഐ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അതേപോലെ ജെ എഴുതിയാലോ? ജെ എഴുതുന്നു, മാഗ്നിറ്റ്യൂഡ് കാണിക്കുന്നു, ഈക്വൽ ടു 1 എന്ന് എഴുതാം. അതേപോലെ കെ എഴുതിയാലോ? ഈക്വൽ ടു 1 എന്ന് എഴുതാം, മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു 1. അപ്പോൾ ഐ, ജെ, കെ എന്നുള്ളതാണ് യൂണിറ്റ് വെക്റ്റേഴ്സ്. അത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഇനി അഡീഷൻ ഓഫ് വെക്റ്റേഴ്സ്.
വെക്റ്റേഴ്സ് ആഡ് ചെയ്യുന്നത് എങ്ങനെ? അതിന് രണ്ട് മെത്തേഡാണ് നമ്മൾക്ക് ഉള്ളത്. അതിൽ ആദ്യത്തെ മെത്തേഡ് ട്രയാങ്കിൾ മെത്തേഡ് ഓഫ് വെക്റ്റർ അഡീഷൻ. ട്രയാങ്കിൾ മെത്തേഡ് ഓഫ് വെക്റ്റർ അഡീഷൻ. ട്രയാങ്കിൾ മെത്തേഡ്. ആദ്യത്തെ മെത്തേഡ് ട്രയാങ്കിൾ മെത്തേഡാണ്. വെക്റ്റേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ട്രയാങ്കിൾ മെത്തേഡാണ്. നോക്കുക, ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിൾ ഉപയോഗിച്ച് വെക്റ്റേഴ്സ് ആഡ് ചെയ്യുന്നത് നോക്കുക. ആദ്യം ഞാനൊരു ട്രയാങ്കിൾ വരച്ചു. ഇനി ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് വെക്റ്റർ എ എന്ന് കൊടുക്കും. ഇത് വെക്റ്റർ എ. അപ്പോൾ വെക്റ്റർ ആയതുകൊണ്ട് ലെങ്ത് ഉണ്ട്. ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുക്കുമ്പോൾ വെക്റ്റർ എ ആണ് ഈ ആദ്യത്തെ സൈഡ്. വെക്റ്റർ എ എന്ന് കൊടുത്തു. രണ്ടാമത്തത് ഇവിടെ ഈ സൈഡാണ്. ഇതിന് വെക്റ്റർ ബി എന്ന് കൊടുത്തു. വെക്റ്റർ ബി. അപ്പോൾ ഇതും ഒരു വെക്റ്ററാണ്. അപ്പോൾ ഇതും അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇങ്ങനെ ഇടണം, വെക്റ്റർ ബി. അപ്പോൾ ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് രണ്ട് വെക്റ്റേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വെക്റ്റർ എയും ഒന്ന് വെക്റ്റർ ബിയും. ഇങ്ങനെയാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ്, ഇതാണ് തേർഡ് സൈഡ്. ഇത് ആദ്യം എടുത്ത ഡയറക്ഷനിൽ ഇങ്ങനെയാണ് പോയിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, റിവേഴ്സ് ഡയറക്ഷനിൽ ഒരു ആരോ മാർക്ക് വെക്റ്റർ എടുത്താൽ മതി, ഒരു ആരോ മാർക്ക് കൊടുത്താൽ മതി. അവിടെ ആ തേർഡ് സൈഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ രണ്ട് വെക്റ്ററിൻ്റെയും കൂടെ സം ആയിരിക്കും. അതായത് ആഡ് ചെയ്ത് കിട്ടുന്ന സാധനമായിരിക്കും അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഇങ്ങനെ 6 എന്ന് വെക്റ്റർ 6 എന്നാണ് സമ്മിനെ കൊടുക്കുന്നത്. 6 എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വെക്റ്റർ 6 എന്ന് എഴുതും. അപ്പോൾ ഇവിടുത്തെ വെക്റ്റർ 6ൻ്റെ വാല്യൂ ഇങ്ങനെയാണ്. വെക്റ്റർ 6 ഈക്വൽ ടു വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ ബി. അപ്പോൾ ഈ ട്രയാങ്കിൾ മെത്തേഡ് എന്താണെന്ന് നോക്കുക. ഇഫ് ടു വെക്റ്റേഴ്സ്, വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി ആർ റെപ്രസെൻറ്റഡ് along the two sides of a triangle taken in order, then the third side taken in the reverse order represents the resultant of the vectors. The resultant is വെക്റ്റർ ആർ ഈക്വൽ ടു വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് രണ്ട് വെക്റ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് സൈഡ് റിവേഴ്സ് ഡയറക്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി. ഇതാണ് ട്രയാങ്കിൾ മെത്തേഡ്. ഓക്കെ. അടുത്തതായിട്ട് വെക്റ്റേഴ്സ് ആഡ് ചെയ്യാൻ ഒരു മെത്തേഡ് കൂടിയുണ്ട്. പാരലലോഗ്രാം മെത്തേഡ്. പാരലലോഗ്രാം മെത്തേഡ് ഓഫ് വെക്റ്റർ അഡീഷൻ. നോക്കുക. പാരലോഗ്രാം മെത്തേഡ്. ഇതിനകത്ത് നമ്മൾ നേരത്തെ ട്രയാങ്കിൾ വരച്ച പോലെ തന്നെ ഇവിടെ ഒരു പാരലോഗ്രാമാണ് ആദ്യം വരയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അതിൽ വെക്റ്റേഴ്സ് ഏതൊക്കെ സൈഡ് വരുന്നു എന്നുള്ളത് പറയുന്നത്. ഒന്ന് നോക്കുക. ആദ്യം നമുക്കൊരു പാരലോഗ്രാം വരയ്ക്കാം. ഒരു പാരലോഗ്രാമാണ് ഇപ്പോൾ വരച്ചിട്ടുള്ളത്. പാരലോഗ്രാമിൻ്റെ ഒരു സൈഡ്, ഇതൊരു സൈഡാണ്. ഇവിടെ ഒരു വെക്റ്റർ എ എന്ന് എഴുതുന്നു. ഒരു സൈഡ് വെക്റ്റർ എ. അപ്പോൾ ഇത് വെക്റ്ററാണെന്ന് കാണിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഡയറക്ഷൻ കൂടെ കൊടുക്കണം. അതേപോലെ ഈ പാരലോഗ്രാമിൻ്റെ വേറൊരു സൈഡാണ് ഈ താഴെ കാണിച്ചിട്ടുള്ളത്.
അതിന് വെക്റ്റർ ബി എന്ന് നമുക്ക് പേര് കൊടുക്കാം. ഇതും ഒരു വെക്റ്ററാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കൊടുക്കാം? ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ രണ്ട് വെക്റ്റേഴ്സ്, പാരലോഗ്രാമിൻ്റെ രണ്ട് സൈഡുകൾ. ഈ സൈഡിനെ നമ്മൾ അഡ്ജസൻറ്റ് സൈഡ്സ് എന്ന് പറയും. അടുത്തുള്ള രണ്ട് സൈഡാണ് അതിന് അഡ്ജസൻറ്റ് സൈഡ്സ്. അപ്പോൾ ആ ഒരു സൈഡ് അഡ്ജസൻറ്റ് സൈഡിൽ ഒരെണ്ണത്തിൽ വെക്റ്റർ എയും കൊടുത്തു, മറ്റതിൽ വെക്റ്റർ ബിയും കൊടുത്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പാരലോഗ്രാമിന് ഒരു ഡയഗണൽ വരയ്ക്കാം. ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഈ ഡയഗണൽ ഒരു വെക്റ്റർ ആയിരിക്കും. ഈ ഡയഗണലാണ് നമ്മുടെ വെക്റ്റർ ആർ റിസൾട്ടന്റ് നേരത്തെ ഇതുപോലെ 6 ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഡയഗണലിന് നമുക്കൊരു വെക്റ്ററാണ്. അപ്പോൾ അത് വെക്റ്റർ ആണെന്ന് കാണിക്കാനായിട്ട് അതിനൊരു ഡയറക്ഷൻ കൊടുക്കാം. ആ ഡയറക്ഷൻ അതിൻ്റെ എൻഡിൽ കൊടുത്താൽ മതി. വെക്റ്റർ ആകുമ്പോൾ ആ ഡയറക്ഷൻ അതിൻ്റെ എൻഡിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു ഡയറക്ഷൻ കൊടുക്കാം. ആർ എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ എഴുതുക. ഇവിടെ ആർ എഴുതുന്നത് വെക്റ്റർ ആർ ഈക്വൽ ടു നേരത്തെ എഴുതിയപ്പോൾ തന്നെ വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി. വെക്റ്റർ ബി എഴുതിക്കട്ടെ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഡെഫിനിഷൻ പാരലോഗ്രാം ലോ എന്താണെന്ന് നോക്കുക. ഇഫ് ടു വെക്റ്റേഴ്സ് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി റെപ്രസെൻറ്റ്സ് two adjacent sides of a parallelogram, then the diagonal of the parallelogram represents their resultant. The resultant is given by vector r, that is vector r equal to vector a plus vector b. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ, ഈ വെക്റ്റർ എയും വെക്റ്റർ ബിയും തമ്മിൽ ഉള്ള ഒരു ആംഗിൾ ഉണ്ട്. ഈ ടോട്ടൽ ആംഗിൾ, അതിന് നമുക്കൊരു ലെറ്റർ കൊടുക്കാം. ഇങ്ങനെ ടോട്ടൽ ആംഗിൾ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ലെറ്റർ നമുക്ക് തീറ്റ എന്ന് കൊടുക്കാം. ഈ വെക്റ്റർ എയും വെക്റ്റർ ബിയുടെ ഇടയിലുള്ള ആംഗിളാണ്, അതിനെ നമുക്ക് തീറ്റ എന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വെക്റ്ററാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതാനൊരു ഇക്വേഷൻ ഉണ്ട്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻറ്റ് ഈസ് ഗീവൺ ബൈ, എങ്ങനെയാണ് എഴുതുന്നത് നോക്കി, ആർ എന്ന് എഴുതിയിട്ട് വെക്റ്റർ ആർ എന്ന് എഴുതുന്നു. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി, രണ്ട് സൈഡ് ഒരു വര വരച്ചാൽ മതി. മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ആർ ഈക്വൽ ടു ഒരു ഇക്വേഷൻ, ഇതാണ് ഇക്വേഷൻ. ഇതാണ് ആ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ. അതായത് the resultant is given by root of a square plus b square plus 2ab cos theta, where theta is the angle between vector a and vector b. അപ്പോൾ ഈ ഇക്വേഷന് അകത്ത് എഴുതിയിരിക്കുന്ന എയും ബിയും എന്ന് പറയുന്നത് ഇവിടുത്തെ വെക്റ്റർ എയുടെയും വെക്റ്റർ ബിയുടെയും മാഗ്നിറ്റ്യൂഡാണ്. അല്ലാതെ വേറെ വെക്റ്റർ സിമ്പിൾ അതിനകത്ത് കാണിക്കേണ്ട കാര്യമില്ല. മാഗ്നിറ്റ്യൂഡാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.